അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ ഞാൻ നിന്നെയും നിന്റെ കുടുംബത്തെ ആശീർവദിക്കുന്നു. നീ ഇറങ്ങിപ്പോകുന്ന നിന്റെ വീടിന്റെ എല്ലാ വാതായനങ്ങളിലും ഞാൻ കർത്താവിന്റെ നാമത്തിൽ കുരിശാലേഖനം ചെയ്യുന്നു. നീ അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ. നിന്റെ കുടുംബവും കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ പറഞ്ഞ കർത്താവിന്റെ നാമത്തിലെ ഞാൻ ഈ സമയത്ത്, ഈ പ്രഭാതത്തിലെ നിന്റെ കുടുംബത്തിൽ സമാധാനം ആശംസിക്കുന്നു. കർത്താവെ, സമാധാനം ആ മക്കൾ അനുഭവിക്കുവാനും അതിൽ കുടികൊള്ളുവാനും ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എവിടെ പോകുമ്പോഴും കർത്താവ് നിന്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുവാനും വചനത്തിൽ തെറ്റിപ്പിരിഞ്ഞ് പടല പിരിഞ്ഞ് പോകാതിരിക്കാനും കർത്താവെ, അങ്ങ് കെരൂബുകളുടെ സംരക്ഷണം അങ്ങയുടെ മക്കൾക്ക് നൽകണം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ നീ ആശീർവദിക്കണമേ. കർത്താവ്, ഞങ്ങൾ നിന്റെ പീഡാനുഭവത്തിന്റെ ശക്തിയാൽ, കുരിശുമരണത്തിന്റെ ശക്തിയാൽ, അതിനേക്കാൾ വരുന്ന ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയാൽ അങ്ങയുടെ മക്കളുടെ പ്രാർത്ഥനകൾ സ്ഥിരിക്കൊള്ളുകയും മാതാവിന്റെ മധ്യസ്ഥത അവ സ്വീകരിക്കപ്പെടുകയും ദൈവത്തിന്റെ കണ്ണീരുടെ ഒരു വിതക്കാനുള്ള വിത്തുമായി പോകുന്നു. അവരെ ജയഘോഷത്തോടെ കുതിരക്കറ്റയുമായിട്ട് വരുന്നു എന്ന് പറഞ്ഞ കർത്താവിന്റെ വചനം ഇന്ന് നിന്റെ ജീവിതത്തിൽ പാലിക്കുകയും നീ രാത്രി തിരിച്ചു വരുമ്പോൾ സന്തോഷത്തോടെ തിരിച്ചു വരുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എനിക്ക് ചില സമയത്തെ മോശയെക്കാൾ ഇത്തിരിയോട് ഒരു പടി ചില കാര്യങ്ങൾക്ക് ജോഷുവയാണോ കുറച്ചുകൂടി ചില സാഹചര്യത്തിൽ മെച്ചമെന്ന് എനിക്ക് എപ്പോഴും ഇവർ തമ്മിൽ ഞാൻ തൂക്കി നോക്കിയിട്ടുണ്ട്. നിങ്ങൾ ഓർക്കും അച്ഛൻ ഈ ജോഷുവിനെയും മോസസിനെയൊക്കെ പറഞ്ഞു നടക്കുന്നത് എന്തിനാണ്? ജീവിതവുമായിട്ട് അല്ലേ നമ്മൾ എനിക്ക് ജപ്തി നടപടിയാണ്. എൻ്റെ മകള് ഇന്ന് വഴിതെറ്റിയ ഒരു ജീവിതം വേറെ ആൾക്കാരുടെ പോയി ഞങ്ങളുടെ വീട്ടിൽ മരിച്ച പോലെ ഇരിക്കുകയാണ്. അപ്പോൾ രാവിലെ അച്ഛൻ എന്തിനാണ് ജോഷുവിനെ കുറിച്ച് പറഞ്ഞത്, മോസസിനെ കുറിച്ച് പറഞ്ഞത്? നമ്മൾ എന്ത് കഴിച്ച അനുഭവങ്ങളിലൂടെ കടന്നു പോയാലും ഇതിനെ ഹീല് ചെയ്യിക്കുന്നത് ദൈവം തന്നെയാണ്. ഞാൻ എപ്പോഴും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും മനുഷ്യരാശിയുടെ പ്രശ്നങ്ങൾക്കെല്ലാം ജീവിതത്തിൽ കൊടിയ പ്രശ്നങ്ങളുടെ ദൈവത്തെ മുൻനിർത്തി ദൈവത്തിൻ്റെ കരഗ്രഹിച്ച് ചെയ്ത ആൾക്കാരെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം ദാവീദ, അതുപോലെ തന്നെ മോസസ്, പിന്നെ ജോഷുവ, പിന്നെ ഗിദെയോൻ പോലുള്ള ന്യായാധിപന്മാർ, പിന്നെ ഏലിയ പോലുള്ള പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ. അപ്പോൾ എന്താ അവർ ഈശ്വരൻ നമുക്ക് അങ്ങനെ പെട്ടെന്നങ്ങനെ ഒരു മോഡലാക്കാൻ ഭയങ്കര പാടാണ്. ഭയങ്കര, അതായത് നമ്മുടെ ഈ IAS എന്ന് പഠിക്കുന്ന പോലെയൊക്കെ ഉള്ള സംഭവമാണ്. പക്ഷെ നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പുള്ള താഴെയുടെ ക്ലാസ്സുകളാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. എന്താ ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായ? ഇപ്പം ഞാൻ ഓർക്കുകയെ, മോസസ് ആണോ നല്ലത്, ജോഷുവയാണോ? മോസസ് ചില സമയത്ത് പറയാം, മോസസ് അത് പറയേണ്ടിയില്ലായിരുന്നു. എന്താണെന്നറിയാമോ? മോസസ് പറയാൻ പാടില്ലാഞ്ഞിരുന്ന സംഭവം ഉണ്ടായിരുന്നു. ജനങ്ങളുടെ പക്ഷം ചേർന്നുകൊണ്ട് ജനങ്ങൾ ദൈവത്തിനെതിരെ മർദ്ദലിച്ചപ്പോഴും ദൈവം ജനങ്ങളെ ഒന്നിറങ്ങും നശിപ്പിക്കാൻ തീരുമാനിച്ചു. ദൈവത്തിന് ആവശ്യമില്ലാത്ത ജനങ്ങളെ പിന്നെ ഇവിടെ വെച്ചിട്ടൊരു കാര്യമില്ലല്ലേ. അപ്പം അതുകൊണ്ട് അത് കർക്കശമായിട്ട് അവരെ കാര്യം ഫോർമേറ്റ് ചെയ്യുന്ന സമയമാണ്. നമ്മൾ ദൈവവചനങ്ങളെല്ലാം എല്ലാ കാലങ്ങളിലും നോക്കുമ്പോൾ അത് ജനങ്ങളെ ദൈവം എബ്രാഹത്തിനെ വിളിച്ചു, പിന്നെ എബ്രാഹത്തിലൂടെ ഇസഹാക്കിനെ വിളിച്ചു, ഇസഹാക്കിലൂടെ യാക്കോബിനെ വിളിച്ചു, യാക്കോബിലെ 12 ഗോത്രങ്ങൾ, ആ 12 ഗോത്രം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ പോയി അവർക്ക് തിരിച്ചു കൊണ്ടുവന്ന് കൽപ്പന കൊടുത്തു, അവർ ജനതയാക്കി വളർത്തി, അവരിലൂടെ രക്ഷേനെ വാഗ്ദാനം ചെയ്ത് കൊണ്ട് ആ പ്രോസസ് ഓഫ് ഫോർമേഷനാണ്. ഈ പ്രോസസ് ഓഫ് ഫോർമേഷൻ ആയതുകൊണ്ടാണ് ദൈവം ചിലപ്പോൾ വടിത്തടി ആയുധങ്ങളോട് നിൽക്കുന്നത്. ചിലപ്പോൾ കൊന്നു കളയാൻ പറയും കൂട്ടത്തോടെ. എന്താ കാര്യം? ഇപ്പോൾ ഒരു താറാവിന് പനി വന്നു കഴിഞ്ഞാൽ, കുട്ടനാട്ടിൽ താറാവ് വളർത്തൽ കണ്ടിട്ടില്ലേ? ഒരു താറാവിൻ്റെ പനി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ താറാവുകാരൻ അതിൻ്റെ പെടലും മുറുക്കി കായലിട്ട് എറിഞ്ഞു കളയും. എന്താ കാര്യം? ബാക്കി എല്ലാത്തിനും പനി വരും. അതുപോലെ തന്നെ മോസസിന്റെ കാലത്താണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ സീനായി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് ദൈവമല്ല, അത് അവിടുത്തെ ദേവന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് വിഗ്രഹം ഉണ്ടാക്കിയത്. അപ്പോൾ അതിനെല്ലാം നശിപ്പിക്കാൻ വേണ്ടി ദൈവം തീരുമാനിക്കുമ്പോൾ മോശം ഇടയ്ക്ക് വീഴും. എന്താ പറയണമെന്ന് നോക്കിയേ, 32 എടുത്തേ പുറപ്പാട്. അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം, അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളഞ്ഞാലും നമുക്കറിയാമല്ലോ, ഈ ആധ്യാത്മിക ജീവിതത്തിന്റെ ദൈവത്തിൽ എത്തിച്ചേരുന്നതിന്റെ മനുഷ്യന്റെ അൾട്ടിമേറ്റ് എയിം എന്താണ്? വചനം അവസാനിക്കുമ്പോൾ എന്താ പറയണത്? വെളിപാട് 20 എടുത്തേ. ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്താ? ജീവിക്കാൻ കർത്താവിന്റെ പുസ്തകത്തില്, ജീവന്റെ പുസ്തകത്തില് നമ്മുടെ പേര് വേണമെന്നാണ്. ഇപ്പൊ മോസസ് ജനങ്ങളെ കണ്ടപ്പോ ദൈവത്തിനെ പോലും വേണ്ടാത്ത കണ്ടീഷനായി. ജനങ്ങളുടെ കാര്യം വന്നപ്പോൾ ജനങ്ങളുടെ പാപം പൊറുക്കാൻ വേണ്ടി പുറത്തില്ലെങ്കിൽ അങ്ങയുടെ പേര് ജീവന്റെ പുസ്തകം എഴുതി കളയാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ദൈവത്തോടെ അങ്ങേർക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ദൈവത്തിന് 2ാം സ്ഥാനം കൊടുത്തു. ഇത്രയും കഷ്ടപ്പെട്ട്
അത് ജനങ്ങൾക്കേക്കാൾ പ്രാധാന്യം, ജനങ്ങൾക്ക് അതും പാപം ചെയ്ത് ജനങ്ങൾക്ക് അമിത പ്രാധാന്യം വരണില്ലേ? പക്ഷെ ജോഷുവ ഈ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത ആളാ. ജോഷുവ വാഗ്ദാനം, അതുകൊണ്ട് ഈ വാഗ്ദാന നാട്ടിലേക്കുള്ള ആ വഴി അവിടെ വെച്ച് അവസാനിക്കുകയാണ്. പിന്നെ ഉടനെ ബാറ്റൻ ജോഷുവനെ ഏൽപ്പിക്കുകയാണ്. ജോഷുവയ്ക്കാണെങ്കിൽ പ്രാർത്ഥനാപരവും കിട്ടി. എന്താ കാര്യം? മോസസ് ഇത് പറഞ്ഞതിന് ശേഷം ഞാൻ ചില സമയത്ത് ഓർക്കുകയും മോസസിന്റെ പ്രാർത്ഥനാപരം കുറഞ്ഞ് കാണുക. കാര്യത്തിൽ അടുത്ത അധ്യായത്തിൽ വരുമ്പോൾ ഈ മനുഷ്യൻ ഏതാണ്ട് ഒച്ച കുത്തിയ പോലെ പ്രാർത്ഥനാ കൂടാരത്തിന് പോകുന്നുണ്ട്. ഇപ്പൊ 30-11 വരുമ്പോ വായിച്ചു നോക്കിയേ. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. അതെ അതെ, അത് അതിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ളതാണ്. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അതെ, മടങ്ങിപ്പോകും. അവിടെ വെച്ചാൽ ബൈബിൾ തീരേണ്ടതാണ്, പക്ഷെ ബൈബിൾ തീർക്കണില്ല. എന്താ കാര്യം? ക്യാമറ വേറെ ആളുടെ മുഖത്തേക്ക് മാറ്റുകയാണിപ്പ. ഇവിടെ വെച്ചാണ് ചേഞ്ചിങ് വരണത്. എന്താണ്? എന്നാൽ അവന്റെ സേവകനും കണ്ടില്ലേ, അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോഷുവ. ദേവന് 8ന്റെ പണി എന്താണ്? നൂനിന്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. കൂടാരത്തെ വിട്ടുപോകുന്നില്ല. ഇതാണ് പണിയായത്. എന്താണ്? കൂടാരത്തെ വിട്ടുപോയിട്ടും മോസസ് വിട്ടുപോയിട്ടും വിട്ടുപോകാത്ത ഒരുത്തൻ അവിടെ ഇരിപ്പുണ്ട്. അവനായിരിക്കും വാഗ്ദാനം നാട്ടിപ്പോണെന്ന് വയ്ക്കും. ദൈവം ബാറ്റൻ അവൻ്റെ കൈ കൊടുക്കും. എന്നിട്ട് ജനങ്ങൾക്കല്ല, അവന് ജനമല്ല പ്രാധാന്യം, അവന്റെ ദൈവമാണ് പ്രാധാന്യം. അവൻ വാഗ്ദാനം നാട്ടി ചന്തലിന്റെ മനുഷ്യൻ കാല് കുത്തിയ പോലെ ജോഷുവ വാഗ്ദാനം നാട്ടി കാല് കുത്തിയിട്ട് പറഞ്ഞ വാക്കുണ്ട്. എന്താണെന്നറിയാവോ? കേട്ടോ, ജോഷുവയുടെ പുസ്തകം 24:15. കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കരെ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെങ്കിലും പോയി തൊഴിലാന്ന് പറയണത്. അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുന്നത് വെച്ചാൽ ഇന്ന് തന്നെ തീരുമാനിക്കും. ഞാനും എന്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. അപ്പൊ അവിടെ ജനമല്ല പ്രശ്നം, ആരാണ്? കർത്താവാണ് പ്രശ്നം. ജനമല്ല പ്രശ്നം. മോസസിന് ജനം പ്രശ്നമായിരുന്നു. ആ ജനത്തെ രക്ഷിച്ചിട്ടുണ്ടെന്ന കർത്താവിന്റെ ഒരു ഓപ്ഷൻ വന്നപ്പോ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് വരെ പേര് മാറ്റാൻ പറഞ്ഞു. അപ്പൊ കർത്താവല്ല പ്രശ്നം, ജനമാണ് പ്രശ്നം. ഇവിടെ എന്താ പറയണം? ഇവിടെ ജനമല്ല പ്രശ്നം, കർത്താവാണ് പ്രശ്നം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ സേവിക്കുന്ന കർത്താവിൻ്റെ കൂടെ നിൽക്കുക. അതായത് എപ്പോഴും ബൈബിളിൻ്റെ ഫോളോ ചെയ്യുന്ന ഒരു ഫോളോ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയാണ്, ഭർത്താവാണ്, മക്കളാണെന്നല്ല, കർത്താവാണ്. പക്ഷെ അത് എപ്പോഴും നമ്മൾ ചിന്തിക്കണം. അതായത് ഇത് ദൈവ തിരുസന്നിധിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലാസ്റ്റ് ടെംപ്റ്റേഷനായിട്ട് വരും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ലാസ്റ്റ് ടെംപ്റ്റേഷൻ, അല്ല കസാക്കിസ് പറഞ്ഞതല്ല. കർത്താവിന് ഓപ്ഷൻ വെക്കുന്ന ലാസ്റ്റ് ടെംപ്റ്റേഷനിൽ മോസസ് പരാജയപ്പെട്ട് വിജയിച്ചു. അത് ദൈവശാസ്ത്രന്മാർ ചിന്തിക്കുക. പക്ഷെ വിജയിച്ച ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, ജോഷുവ. ഒരു ജോഷുവയിലേക്കുള്ള യാത്ര, അതാണ് വാഗ്ദാന നാട്ടിലെത്താനുള്ളൊരു വഴി. കർത്താവിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും പ്രാപിക്കുന്നതിന് ഉടമ്പടി ഇതുപോലെ ലാസ്റ്റ് നിമിഷം വരുമ്പോൾ ലോകത്തെക്കാളും മനുഷ്യരെക്കാളും കർത്താവിൻ്റെ പക്ഷം ചേരാൻ കർത്താവ് നിനക്ക് ശക്തി തരട്ടെ. എൻ്റെ പേര് ടീനു. ഞാൻ ചെറിയകടവ് കണ്ണമാലിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത് 5/7/2022 അപ്പോൾ ഞാൻ വരാനുള്ള കാരണമെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ മാൾട്ടയ്ക്കുള്ള വിസ ക്യാൻസലായിരുന്നു. ഞങ്ങൾ ഒരു 6 മാസത്തിന് മുന്നേ മാൾട്ടയ്ക്ക് നോക്കുമായിരുന്നു. അപ്പോൾ പുള്ളിയുടെ എല്ലാം പ്രോസസ്സിങ്ങൊക്കെ നടന്നു.
എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോൾ വിസ ഡിസ്പാച്ചായി, പാസ്പോർട്ട് ഡിസ്പാച്ചായെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഹാപ്പിയായി ഇരിക്കുന്നു. ഞങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഹസ്ബൻഡ് മാൾട്ടയ്ക്ക് പോകുന്നു, എനിക്കൊരു മോളുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഒരു കുട്ടീനെ കൂടെ നോക്കി ആക്കി ശരിയായി കഴിയുമ്പോൾ പുള്ളി മാൾട്ടയ്ക്ക് പോകാം. അതിനുശേഷം കുഞ്ഞിൻ്റെ ബാപ്റ്റിസം ആക്കുമ്പോൾ പുള്ളി വരുന്നു, ഞാൻ കുഞ്ഞുങ്ങളെ നോക്കുന്നു, നാട്ടിൽ ജോലി ചെയ്യുന്നു, നിൽക്കുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അതിനു വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചാണ് നിന്നേച്ചത്. അതിനുശേഷമാണ് പെട്ടെന്ന് റെഫ്യൂസൽ വന്നു. ഞങ്ങളെല്ലാവരും ഒരുപാട് സങ്കടപ്പെട്ടു. കാരണം ഗോൾഡെല്ലാം വെച്ചാണ് നമ്മൾ വിസയ്ക്കൊക്കെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം കുറച്ച് നാളായി നമുക്ക് രണ്ടാമത് വെക്കാമെന്ന് ആ ഏജൻസിക്കാർ പറഞ്ഞു. പക്ഷേ 1-2 മാസമായിട്ട് ഒരു വ്യത്യാസമൊന്നും കണ്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഞാനൊരു ആലപ്പുഴക്കാരിയാണ്. അപ്പോൾ ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു. ഞാനും ഹസ്ബൻഡുമായിട്ട് രാവിലെ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. ഹസ്ബൻഡ് അപ്പോൾ വീട്ടിലോട്ട് പോയി. വീട്ടിൽ മമ്മിക്കൊക്കെ പനിയായതുകൊണ്ട് പുള്ളിനോട് ഞാൻ പറഞ്ഞു, വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ നല്ല മഴയുടെ സമയത്തായിരുന്നു. പുള്ളി വീട്ടിൽ ചെന്നു. വീട്ടിൽ മമ്മിക്ക് പനിയായതുകൊണ്ട് ഈ പുള്ളി മഴയൊക്കെ നനഞ്ഞു നിന്നു. എല്ലാവർക്കും പനിയായി. ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു ചെന്നു. എല്ലാവരെയും നോക്കിയത് ഞാനാണ്. പക്ഷേ എനിക്കൊരു ജലദോഷം പോലും വന്നില്ല. അന്നോട്ട് എനിക്ക് മനസ്സിലായി മാതാവ് കൂടെ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. പിന്നെ ഞാൻ കുമ്പസാരിക്കാണ്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ അന്ന് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയപ്പോൾ എനിക്കെന്തോ ശരിയായി തോന്നിയില്ല. ഞാൻ പിറ്റേ ദിവസം കണ്ണമാലി പള്ളിയിൽ പോയി കുമ്പസാരിച്ചു. നന്നായി തന്നെ കുമ്പസാരിച്ചു. ഉടമ്പടി പ്രാർത്ഥനകളൊക്കെ ചെയ്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ഒരു ഏജൻസിയിൽ നിന്ന് വിളിച്ചു. ആവേ മരിയ എന്ന് പേരുള്ള. ടീനു UK പോകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു UK ഞാനങ്ങനെ വിചാരിച്ചിട്ടില്ല. അവരെന്നോട് ഡീറ്റെയിൽസ് പറഞ്ഞു. ഞാനിതാ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു നമുക്കൊന്ന് പോയി നോക്കാം ഏജൻസിയിലെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി കണ്ടു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഹസ്ബൻഡ് അങ്ങനെ ഓക്കെ പറയാത്ത ആൾ എന്നോട് ഓക്കെ പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിലിത് അവതരിപ്പിക്കണം, എങ്ങനെ ആകുമെന്ന് എനിക്കറിയത്തില്ല, എങ്ങനെ എടുക്കുമെന്ന് അറിയത്തില്ലായിരുന്നു. കാശ് രൂപം പിടിച്ചു. ഞാനും ഹസ്ബൻഡും നിന്ന് സംസാരിച്ചു. ആരും ഒരു എതിർപ്പും പറഞ്ഞില്ല. എൻ്റെ വീട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒന്നും പറഞ്ഞില്ല, ഓക്കെ പറഞ്ഞു. ഞങ്ങൾ അതിനുമായിട്ട് മുന്നോട്ട് പോയി. രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ മാറ്റി. ആ പ്രാർത്ഥനയ്ക്ക് പകരം എൻ്റെ കാര്യം ഞാൻ വെച്ചു. പിന്നെ ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം ഞാൻ വെച്ചിട്ടില്ലായിരുന്നു. കാരണം അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് ചെന്ന കുടുംബത്തെയാണ് നിങ്ങൾ, അതാണ് നിങ്ങളുടെ കുടുംബം, ആ കുടുംബത്തെ ആവശ്യങ്ങളെ വെക്കാവുള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിലെ ആവശ്യങ്ങളൊന്നും തന്നെ വെച്ചില്ല. ഞാൻ എൻ്റെ കാര്യം വെച്ചു, ബാക്കി എൻ്റെ കുടുംബത്തെ കാര്യങ്ങളാണ് ഞാൻ വെച്ചത്. അങ്ങനെ പ്രോസസ്സിങ്ങും കാര്യങ്ങളുമൊക്കെ നടക്കുന്നു. IELTS എന്ന കടമ്പ വന്നു. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടിയിട്ട് 1 മാസത്തേക്ക് ഒരു കോഴ്സ് ചെയ്തിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് അപ്പോൾ ഓൾഡ് ഏജ് ഹോമിൽ പോയി കോഴ്സിൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണമായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഉടമ്പടിയിൽ അതൊരു നിബന്ധന അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ കരുതി. ഞാൻ അത് മാത്രമേ ചെയ്തുള്ളായിരുന്നു. പത്രങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ഈ കോഴ്സ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും IELTS വന്നു. അപ്പോൾ എല്ലാവരും 1-2 മാസം ട്രെയിനിങ് ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ട്രെയിനിങ് ഒന്നും വേണ്ട, ഞാൻ ഉടമ്പടി എടുത്തേക്കുന്നതല്ലേ, എനിക്കെന്തായാലും കിട്ടും. പക്ഷേ ഞാനൊരു മലയാളം മീഡിയം സ്റ്റുഡൻ്റാണ്, ബിലോ ആവറേജ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ടെങ്കിലും ഉടമ്പടി എന്ന ധൈര്യം ഉണ്ടായിരുന്നു. ഞാൻ പോയി എഴുതി. ഞാൻ ചോദിച്ച സ്കോർ എനിക്ക് തന്നു. അങ്ങനെ പ്രോസസ്സിങ് എന്നൊക്കെ നടന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഏജൻസിക്കാരെന്നോട് പറഞ്ഞു ഓവറോൾ ഉണ്ട്, ഇൻഡിവിജ്വൽ 0.5 കുറവാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും പോയി. പിന്നെ ഞാൻ അപ്പോൾ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചു. അവർ പറഞ്ഞു സാരമില്ല നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു പ്രോസസ്സിങ്. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. പക്ഷേ എനിക്ക് എന്തോ ഇനി എഴുതണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. പുള്ളി പറഞ്ഞു എഴുതിക്കോ എന്ന് പറഞ്ഞു. ഞാനിവിടെ ഡേറ്റ് എടുത്തു. ഇവിടെ വന്നു. ജോസഫച്ചനെ കണ്ടു. അച്ഛനിങ്ങനെ ആ സമയത്ത് ഈ അൾത്താരയിൽ ഒരു കുഞ്ഞിൻ്റെ ദേഹത്ത് തെങ്ങ് വീണിട്ട് ആ കുഞ്ഞ് രക്ഷപ്പെട്ട ആ സാക്ഷി അമ്മ പറയുമായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ അവിടെ നിന്ന് കരയുക. അപ്പോൾ എൻ്റെ ആഗ്രഹം ഈ ആദ്യത്തെ സ്റ്റെപ്പിൽ മുട്ടൂത്തി നിന്ന് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കണമെന്നായിരുന്നു. പക്ഷേ ഞാൻ എഴുന്നേറ്റ് നിൽക്കാനാണ് രണ്ടാമത്തെ വരിയിലായിട്ടാണ് എനിക്ക് വന്നത്.
അപ്പം ഞാൻ അവിടെ എഴുന്നേറ്റ് നിന്നു. അപ്പം അങ്ങേ അറ്റത്തായിരുന്നു. അപ്പോൾ ജോസഫച്ചൻ ഞാൻ കരയുന്ന കണ്ടിട്ടാണോ എന്തോ ഇങ്ങനെ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ പാസ്പോർട്ട് വാങ്ങിച്ചു. ആദ്യത്തെ പാസ്പോർട്ട് എൻ്റെ ആയിരുന്നു. എൻ്റെ ഫേസ് നോക്കിയത് ഞാൻ ഇങ്ങനെ കരയുന്നു. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞല്ല കരയുന്നത്, ഞാൻ കരയുന്നത് ഈ കുഞ്ഞിനെ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള സന്തോഷം കൊണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് എൻ്റെ കാര്യമൊന്നും പറഞ്ഞുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ ജോസഫച്ചൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്താടി ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആന്ന് പറഞ്ഞ് ചിരിച്ചു. ഞാൻ ഇറങ്ങിപ്പോന്നു. അത് കഴിഞ്ഞ് ഞാൻ എഴുതുന്നതിന് മുമ്പ് പോകുന്നതിന് മുമ്പ് ഞാൻ പത്രങ്ങൾ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ വാതിക്കൽ നിന്ന് കൊടുത്തിട്ടാണ് ഞാൻ പോയത്. എൻ്റെ കയ്യിൽ മൊത്തം ഞാൻ നിന്ന സ്ഥലത്ത് നിന്ന് അപ്പുറത്തെ ഗേറ്റിലോ ഇപ്പുറത്തെ ഗേറ്റിലോ അല്ല, ഞാൻ നിന്ന സ്ഥലത്ത് നിന്ന് കൊടുത്തു തീർത്തു. അപ്പുറത്തെ ഗേറ്റിൽ ആൾ കൂടുന്ന കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാമായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സ് പറഞ്ഞു നീ പോവണ്ട, നീ നിന്ന സ്ഥലത്ത് നിന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തു. ഫുൾ തീർന്നപ്പോഴാണ് ഞാൻ എക്സാമിന് പോയത്. എഴുതി. ഞാൻ ചോദിച്ചതിലും കൂടുതൽ മാർക്ക് നൽകി മാതാവിനെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഉടമ്പടിയിൽ ഞാൻ എൻ്റെ വിസയുടെ കാര്യം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം രണ്ടാമതും പുതുക്കി. അപ്പോഴൊക്കെ ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ടായില്ല. ഞായറാഴ്ചകളിലും പിന്നെ വെള്ളിയാഴ്ച ഉണ്ണീശോടെ നൊവേന ആ സമയത്തൊക്കെ പള്ളികളിൽ പോയി കുർബാന കൂടുന്നതല്ലാണ്ട് എല്ലാ ദിവസവും ഉടമ്പടിയിലെ നിബന്ധന പോലെ ഞാൻ കുർബാന കൂടാതെ ഇല്ലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിന് നേവൽ ബേസിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ 7:45 കയറണം. അപ്പോൾ രാവിലത്തെ ഫുഡ്, ഉച്ചക്കത്തെ ഫുഡ്, പിന്നെ കുഞ്ഞിന് സ്കൂളിൽ പോകണം. ഇതൊക്കെ കാരണങ്ങളായിരുന്നു എൻ്റെ ന്യായീകരണങ്ങൾ. പക്ഷേ പിന്നെ മൂന്നാമത് പുതുക്കിയ സമയത്ത് ഞാൻ പുതുക്കിയതിന് ശേഷം ഇവിടെ വന്ന് കുർബാന കൂടി. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. കുർബാന കൂടിയതിന് ശേഷമാണ് ഞാൻ പുതുക്കിയത്. പുതുക്കി കഴിഞ്ഞ് അന്ന് തൊട്ട് ഞാൻ കുർബാന മുടക്കിയിട്ടില്ല. അതിനു മുമ്പ് ഞങ്ങൾ ഭക്ഷണം വെച്ച് കൊടുക്കുമായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. എൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ ഞാനും അമ്മയും കൂടെ ഭക്ഷണം വെച്ച് കുട്ടികളും അമ്മമാരും കിടക്കുന്ന കടപ്പറ ആശുപത്രിയുണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. മൂന്നാമത് പുതുക്കിയ സമയത്ത് ഞാൻ കുർബാന കൂടാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് എൻ്റെ മെഡിക്കലിൻ്റെ ഡേറ്റ് എടുത്തു. എല്ലാം ഒരാഴ്ചക്കുള്ളിൽ മെഡിക്കലിൻ്റെ ഡേറ്റ് വന്നു. അത് ഓക്കെ ആയി. പിറ്റേ ആഴ്ച VFSൽ വന്നു. VFSൽ പോകുന്നതിന് മുമ്പും ഞാൻ ഒറ്റക്കാണ് പോയത്. കൊച്ചിയിലായതുകൊണ്ട് ഞങ്ങൾക്ക് അടുത്തായിരുന്നു. ഞാൻ മെഡിക്കൽ ട്രസ്റ്റിൻ്റെ പോയി എൻ്റെ കയ്യിലുള്ള പത്രം മൊത്തം കൊടുത്തിട്ടാണ് ഞാൻ VFSൽ പോയി എൻ്റെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞ ഞാൻ മാതാവിനോട് ലൈറ്റ് ക്യാൻഡിൽ ഇട്ടായിരുന്നു. അപ്പോൾ പ്രാർത്ഥിച്ചു 17-ാം തീയതിക്ക് എൻ്റെ കയ്യിൽ എൻ്റെ വിസ എത്തി, എനിക്കിവിടെ നിന്ന് സാക്ഷ്യം പറയണമെന്ന്. ഇന്നലെ എൻ്റെ കയ്യിൽ എൻ്റെ വിസ കിട്ടി. ഇന്ന് ഞാനിവിടെ സാക്ഷ്യം പറയുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ അനുഗ്രഹങ്ങൾ മേടിച്ചിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം കണ്ണമാലി പള്ളി, ചെറിയ കടവ്, ഈ പള്ളിയിലെല്ലാം നിങ്ങൾ പത്രം കൊണ്ടുവെക്കാറുണ്ടായിരുന്നു. എല്ലാ കുരിശടികളിലും കുറച്ച് പേരൊക്കെ ആ പത്രങ്ങളൊക്കെ ഞാൻ എടുത്തുകൊണ്ട് പോയി കൊടുക്കാറുണ്ടായിരുന്നു. മിക്ക സ്ഥലത്തുനിന്നും പത്രങ്ങൾ ഓരോ കുന്നുകൂട്ടി വയ്ക്കും. 2016 വരെയുള്ള പത്രങ്ങളൊക്കെ ഓരോ ചെറിയ ചെറിയ ഗ്രോട്ടകളിലൊക്കെ പോകുന്ന വഴിക്ക് നമ്മളൊന്ന് കുരിശ് വരയ്ക്കാൻ കയറുന്ന സമയത്ത് അവിടെ ഇരിപ്പുണ്ടാവും. അതെല്ലാം എടുത്ത് ഞാൻ എൻ്റെ IELTSന് പോകുമ്പോഴായാലും ഇവിടെ വന്ന് പത്രം മേടിച്ചിട്ട് പോകുന്നതിൻ്റെ കൂടെ ആയാലും ഞാൻ വിസ സബ്മിഷന് പോയപ്പോഴായാലും ഇതെല്ലാം ഞാൻ കൊടുത്തു തീർക്കാറുണ്ട്. ജനറൽ ഹോസ്പിറ്റലിൽ പോയി രോഗികളെ കാണുകയും അവിടെ എല്ലാം പോയി ഞാൻ പത്രം കൊടുക്കുകയും ജനറൽ തൊട്ട് ഹൈക്കോർട്ട് വരെ നടന്നു പോയി ഞാൻ എനിക്ക് കിട്ടിയ പത്രങ്ങളെല്ലാം ഞാൻ കൊടുത്തു തീർത്തിട്ടുണ്ട്. പിന്നെ അവിടെ പോയി രോഗികളെ കാണാറുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ചെയ്തിരുന്നു. പിന്നെ ഉടമ്പടി എന്ന് വെച്ചാൽ ഒരു സംരക്ഷണമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം വീട്ടിൽ ഞാനും അമ്മയും അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മിക്സിയുടെ അവിടെ നിന്ന് തീ വരുന്നത് ഞാൻ കണ്ടു. അപ്പം മമ്മി ഇത് ശ്രദ്ധിച്ചില്ല. അപ്പം മമ്മി ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു മമ്മി ഇന്നപോലെ മിക്സിയുടെ അവിടെ നിന്ന് തീ വന്ന് പുകയാവുന്നുണ്ട്, നീങ്ങി നിന്നു. അപ്പം ഞങ്ങൾക്ക് ആ സ്വിച്ച് ഓഫ് ചെയ്യണം. പെട്ടെന്ന് മാതാവ് എൻ്റെ കണ്ണിൽ കാണിച്ചു തന്നു. എന്തോ വലിയൊരു അപകടം അവിടെ നിന്ന് ഒഴിവായി. അതുപോലെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അച്ഛനും അമ്മുമ്മയേ ഉള്ളൂ. അപ്പോൾ അവർ രാത്രി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാതെ മാറി കിടന്നു. രാവിലെയായി ഗ്യാസ് കത്തിക്കൊണ്ടിരുന്നു. വെള്ളം വറ്റി, കലം കരിഞ്ഞു. എന്തും ആ സമയത്ത് എന്തും സംഭവിക്കാമായിരുന്നു. പക്ഷേ എല്ലാ റൂമും അടച്ച് ഉറപ്പുള്ളതായിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. രാവിലെ അവർ എഴുന്നേറ്റപ്പോഴും തീ കത്തിക്കൊണ്ടിരുന്നു. ഒന്നും സംഭവിച്ചില്ല. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ്
ജോലി കഴിഞ്ഞ് വരുമായിരുന്നു. പെട്ടെന്ന് ഒരു പാലത്തിൻ്റെ അവിടെ വെച്ച് ഒരു കാർ ഓവർടേക്ക് ചെയ്ത് വന്നു. ഇയാളുടെ ബാക്കി വന്ന് ഇടിച്ചു. വണ്ടിയുടെ സ്കൂട്ടറുമായിട്ട് മറിഞ്ഞ് കാറിൻ്റെ ഫ്രണ്ടിൽ വീണു. കാറിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തൊട്ടടിയിൽ ഇയാൾ കിടക്കുന്നുണ്ട്, വണ്ടിയുണ്ട്. പുറകെ വന്ന ബൈക്കുകാരൻ വീണു. അയാളുടെ ദേഹത്ത് കാല് ഫുള്ള് പൊട്ടി, വണ്ടിക്ക് സ്ക്രാച്ചായി. എൻ്റെ ഹസ്ബൻഡാണ് വീണത്. ഹസ്ബൻഡിൻ്റെ വണ്ടിയിലാണ് ഇടിച്ചത്. പുള്ളി ഫ്രണ്ടിൽ വീണു. പുള്ളിക്ക് ഒരു പോറൽ പോലും ഉണ്ടായില്ല. പിന്നെ ആപ്പാട് വരാനുള്ള സ്ക്രാച്ച് എന്ന് പറയാനായിട്ട് വണ്ടിയിലൊരു ചെറിയൊരു സ്ക്രാച്ച് ഇല്ല, സ്ക്രാച്ച് എന്നല്ല, വീണപ്പോൾ ചരിഞ്ഞപ്പോൾ ഉണ്ടായ മിററിലൊരു സ്ക്രാച്ച്. ഇതാണ് ഉണ്ടായ അപകടം. അല്ലാതെ അയാൾക്കോ വണ്ടിക്കോ ഒരു അപകടവും ഉണ്ടായില്ല. കാശുരൂപം, അതായത് ഉടമ്പടി കാശുരൂപമല്ല, ഇവിടുന്ന് നമ്മൾ വെഞ്ചരിച്ച് വാങ്ങുന്ന കാശുരൂപം പുള്ളിയുടെ കഴുത്തിലും ഉണ്ടായിരുന്നു. പത്രം വണ്ടിയിലും സൂക്ഷിച്ചിരുന്നു. അതിനുശേഷം ഞാൻ പറയും, ഉടമ്പടി എന്ന് വെച്ചാൽ 24/7 അവേഴ്സാണ്. ഫുൾ ടൈം വർക്കിംഗ് ആണ്. അതിൻ്റെ അണ്ടറിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. കാരണം അച്ഛൻ, ഞാനിങ്ങനെ ഉടമ്പടി എടുത്ത സമയത്ത് പള്ളി പോകാനായിട്ട് ഒരു ദിവസം എല്ലാ ജോലിയും കഴിഞ്ഞപ്പോൾ അലക്കാനുണ്ടായിരുന്നുകൊണ്ട് പള്ളി എന്നാൽ ഇന്ന് പോകണ്ടെന്ന് വിചാരിച്ചു. അച്ഛൻ എന്നാൽ ഇച്ചിരി നേരം അലക്കി കഴിഞ്ഞപ്പോൾ സമയം പോയില്ലേ, ഇനിയിപ്പോൾ പള്ളി പോകണ്ടെന്ന് പറഞ്ഞ് അകത്ത് കയറി അച്ഛൻ്റെ ടോക്ക് വെച്ചു. അച്ഛൻ പിടിച്ചു. ചില അമ്മച്ചിമാരുണ്ട് അലക്ക് കഴിഞ്ഞിട്ടും പള്ളിയിൽ പോകാൻ കഴിയാത്തത് നിങ്ങളെന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് തോന്നി അച്ഛൻ പിടിച്ചു. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിലോട് പറഞ്ഞു, എടി അച്ഛൻ പിടിച്ചിട്ടുണ്ട് കേട്ടാന്ന് പറഞ്ഞു.